ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കുഞ്ഞു പിള്ളേരെ കുറച്ച് കുഞ്ഞു ടോയ്സുകളാണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന എല്ലാ ടോയ്സും 200 രൂപയുടെ താഴെ വരുന്നതാണ്. ആദ്യത്തെ നമ്മുടെ ടോയ് നമ്മുടെ കുരങ്ങച്ചനാട്ടാ. നമ്മുടെ കുരങ്ങൻ ഇവനാണ് അവിടെ മുതല്. എന്റെ കയ്യിൽ 2 പഴങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ. അപ്പൊ നമുക്ക് ഇവനെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ബാറ്ററി കൊടുക്കണം. 3 ബാറ്ററിയാണ് വേണ്ടത്. നമുക്ക് ഓരോന്ന് ഇട്ടുകൊടുക്കാം. 1 2 3. നമുക്ക് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓൺ ആക്കാം. ഇതാണ് എന്റെ സ്വിച്ച് വരുന്നത്. ഓൺ ആക്കി നോക്കാം. പഴങ്ങൾ 2 ഇളക്കിയിട്ടിരിക്കുന്നു. ഇവിടെ വെച്ച് നോക്കി നോക്കാം. അതോ നമ്മുടെ അടുത്ത ടോയ് എന്താ വെച്ച് കഴിഞ്ഞാൽ മിനി ബാസ്കറ്റ് ബോൾ ആട്ടാ. അപ്പൊ നമുക്ക് ഈ കാണുന്ന ചെറിയ ബോൾസ് ഉണ്ടല്ലോ, ഈ ബോൾസ് നമുക്ക് ഈ ബാസ്കറ്റിന്റെ ഉള്ളിലേക്ക് കയറണം. അതിനുവേണ്ടി നമുക്ക് ഈ കാണുന്നതാ ഈ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഓട്ടയിൽ കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന ചോപ്പ് സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ വന്ന് നിൽക്കും. നമ്മളിത് പിടിച്ച് അമർത്തുക. കണ്ട, നമ്മൾ ചാടിപ്പിച്ചില്ല. അതുപോലെ നമുക്ക് 2 ചാടിപ്പിക്കുക. അടുത്ത് ഇതിലിടുക എന്നിട്ട് ടിക് ടിക് ചാടിച്ചു. ഇനി ഒന്നും കൂടി ഉള്ളൂ. നമ്മൾ 3ാമത്തെ ചാടിപ്പിക്കാൻ പോട്ടോ. യെസ് യെസ് ഏ നമ്മുടെ അടുത്ത ടോയ് ഒരു മിനി പ്രൊജക്ടർ ആട്ടാ. അപ്പൊ ഇതിന്റെ തന്നെ നമ്മൾ വേറെ മോഡൽ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവും മിക്ക ആൾക്കാരും. എന്താ വെച്ചാൽ ചെറിയൊരു ക്യാമറ ഉണ്ടാവും. ആ ക്യാമറയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മൃഗങ്ങളെ കാണാൻ നമുക്ക് ഇങ്ങനെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഒരു വേറെ മോഡലാണത്. ഞാൻ കാണിച്ചുതരാം. ഒരു ടോർച്ചാണിത്. അപ്പൊ ഈ ടോർച്ചില് ഈ കാണുന്ന 3 നമ്മുടെ ഓരോ മൃഗങ്ങളിലെയും അതുപോലെ തന്നെ വണ്ടികളുണ്ടല്ലോ, വണ്ടി, കാറ്, അതിന്റെ ഒക്കെ ചെറിയ ചെറിയ ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പകലിൽ കാണാൻ പറ്റില്ല, ഇതില് വെച്ചിട്ട് രാത്രി അടിച്ചാലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ അത് എങ്ങനെ ഇടുന്നുണ്ട് കാണിച്ചിട്ട് ആദ്യം. ഈ കാണുന്ന സംഭവം ഇതിന്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ടുകൊടുക്കുക. ഇട്ടുകൊടുത്ത ശേഷം ഇത് നമ്മൾ ടോർച്ച് പോലെ തന്നെയാണ് ഇത്. ഈ സ്വിച്ച് അമർത്തി നമ്മളെ ചുമരിന്റെ മുകളിലേക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത ടോയ് ഈ കാണുന്ന സംഭവം കേട്ടോ. ഇത് നമ്മളെ കുഞ്ഞു പിള്ളേർക്കുള്ളതാണ്. ഒക്കെ നല്ല കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, അവർക്കാണ് മെയിൻ ആയിട്ട് ഇത്. അതായത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് കളേഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സംഭവം ഉപയോഗിക്കാം. ഞാൻ കാണിച്ചത് എന്താ സംഭവം എന്ന്. ഈ കാണുന്ന റിങ്സ് ഉണ്ടല്ലോ, ഈ റിങ്സ് നമ്മൾ ഇതിന്ന് ഇങ്ങനെ പറിച്ച് മാറ്റി വെക്കുക. ഇതൊക്കെ മാറ്റാട്ടെ നമുക്ക്. ഈ സംഭവമൊക്കെ നമ്മൾക്ക് മാറ്റി വെക്കുക. എന്നിട്ട് മൊത്തത്തിൽ മാറ്റി വെച്ച ശേഷം ഞാൻ കാണിച്ചതാ. നമുക്ക് ഇത് ഇത്രയും റിങ്സ് നമുക്ക് ഇതൊന്ന് മാറ്റാൻ പറ്റും. എന്നിട്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ ചെറിയ പിള്ളേരോട് പറയാ, ഈ നമ്മൾ ഓരോ കളേഴ്സ് അവരോട് പറയാം. ഇപ്പൊ ചോപ്പ് അവരോട് പറയാം. അപ്പൊ അവര് ചോപ്പ് അതിൽ കൊണ്ടിടും. നമുക്ക് അവരെ ഇങ്ങനെ കളേഴ്സ് ഇത് ഇങ്ങനെ പഠിപ്പിക്കുക. ഓരോന്നോരോന്ന്. ഇപ്പൊ മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞ എടുപ്പിക്കുക. അതുപോലെ നീല പറഞ്ഞാൽ നമുക്ക് നീല എടുപ്പിക്കുക. എന്നിട്ട് പച്ച, കറക്റ്റായില്ല, പച്ചയാണ് ആദ്യം ഉണ്ടാവുന്നത്. പച്ച, നീല, ചോപ്പ്, ഈ കാണുന്ന ബോൾസ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുക. അപ്പൊ എന്നിട്ട് നമുക്ക് ഇത് മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അടുത്ത ടോയും അതൊരു ഗെയിം ടോയ് ആട്ടാ. കാണിച്ചതാ. ഈ കാണുന്ന ഇതുണ്ടല്ലോ ബോൾസ്. ഈ ബോൾസ് നമുക്ക് ഈ സംഭവം വെച്ചിട്ട് ഇത് ഈ ഓട്ടകൾ ഉണ്ടല്ലോ, ഈ ഓട്ടകളുടെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഓരോന്നേക്ക് ഇട്ടിടണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇതൊക്കെ കിഡ്സ് ടോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിഡ്സ് ടോയ് അല്ലേ ഗൈസ്. ഇത് എനിക്കെന്നെ പറ്റുന്നില്ല. ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഗൈസ്. ഇത് വീഴ്ത്താൻ പറ്റും. വീഴ്ത്തി ഒന്ന് വീഴ്ത്തിയിട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാ ബോൾസ് ഇട്ടു. പക്ഷെ ഈ കാണുന്ന ഇവണ്ടല്ലോ, ഈ സെന്ററിലുള്ള ബോൾസ്, ഇവനെ മാത്രം നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റിയില്ല. ഒരുപാട് നോക്കിയത് ഇങ്ങനെ ഇടും, അതൊന്ന് തെറിച്ചു പോകും. ഇത് സംഭവം കിഡ്സ് ടോയ് എന്നല്ല ഗൈസ്. ഇത് വലിയ ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ. ചെറിയ കുട്ടികൾക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തന്നെ ഗൈസ് ഒരുപാട് നേരം അതിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം പോയിട്ടാ. നമ്മുടെ അടുത്ത ടോയ് നമ്മുടെ ആമക്കുട്ടനാട്ടാ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, അപ്പൊ അവരെ കുളിപ്പിക്കുമ്പോൾ അവർ ഇരുന്ന് കരയും. അപ്പൊ അവരുടെ കരച്ചിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റിയ കിടിലൻ ടോയ് ആട്ടത്. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ നേരെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമക്കൂട്ടം അങ്ങനെ കിടന്ന് കറങ്ങും. പക്ഷെ ഇവിടെ കറങ്ങൂല. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഏത് ടോയാണ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്യട്ടാ. ഈ വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.